അസ്സലാമു അലൈക്കും അയ്യുഹത്തുല്ലാബ് മർഹബൻ ബിക്കും ഇലാ സൊഫിൽ ഖാമിസ്. പ്രിയ കുട്ടികളെ, ഇന്ന് നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിലേക്കാണ് കടക്കുന്നത്. വഹ്ദത്തുസ്സാനിയ. ഇസ്മുൽ വഹ്ദ അൽ ഉൽഫത്തു വൽ മഹബ്ബത്ത്. പരസ്പര മഹബ്ബത്ത്, സ്നേഹവും, ഉൽഫത്ത്, ഇണക്കവും എന്നാണ് നമ്മുടെ വഹ്ദയുടെ നെയിം. അതിൽ 3 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ അൽ ഉൽഫത്ത്. ഉൽഫത്ത് എന്നത് ഹിക്കായയാണ്. അദർസുസാനി ഹദിയത്തി, എൻ്റെ സമ്മാനം എന്നത് ഹിവാർ, അതൊരു കോൺവെർസേഷൻ ആണ്. അൽ ബസ്മത്ത് വൽ വർദ എന്നത് മൻദൂമുൻ, അതൊരു പോയമാണ്. പേജ് നമ്പർ 26 മാദാ തറൗന ഫിസ്സൂറ, എന്താണ് നമ്മൾ ആ പിക്ചറിൽ കാണുന്നത്? നറ ഫിസ്സൂറത്തി, ആ പിക്ചറിൽ മുതനസ്സഉൻ, എന്ത് കാണുന്നുണ്ട്? ഒരു പാർക്ക് കാണാം. ആ പാർക്കിൽ എന്താണ് കാണുന്നത്? ബാലു ഔലാദ് യൽ അബൂൻ, കുറച്ച് കുട്ടികൾ ഇങ്ങനെ കളിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ എന്ത്? ഷജർ, ഒരു മരം കാണുന്നുണ്ട്. യജ്ലിസു തഹ്ത ഷജറത്തി, ആ മരത്തിന്റെ താഴെ ആരൊക്കെയാണ് ഇരിക്കുന്നത്? ഉസ്രത്തുൻ, ഒരു ഫാമിലി. അതിൽ ആരൊക്കെയുണ്ട് നോക്കിയേ? ജദ്ദത്ത്, വല്ലിമ്മയുണ്ട്, ജദ്ദുണ്ട്, വല്ലിപ്പുണ്ട്, അബുണ്ട്, ഉമ്മുണ്ട്, ഇവരൊക്കെ കാണാം. ഇവര് എന്താണ് ചെയ്യുന്നത്? യതകല്ലമു ബാലുഹും ബാല, പരസ്പരം ഇങ്ങനെ അവര് യതകല്ലമൂന, അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് പേജ് നമ്പർ 27 നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ അദ്ദർസുൽ അവൽ. എന്താണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്? അൽ ഉൽഫ, ഹിക്കായയാണത്. ഉൽഫത്ത് എന്ന് പറഞ്ഞാൽ ഇണക്കം എന്നതാണ്. അതൊരു ചെറുകഥയാണ്, നമുക്ക് വായിച്ചു നോക്കാം. استيقظ فواز في الصباح مبكرا استحم ولبس الملابس الجديدة خرج مع أسرته إلى المطار لاستقبال والده القادم من قطر. انتظر فواز مع أسرته في الصالة ورأى هبوط الطائرة المدرجة مباشرة. بعد التخليص الجمركي خرج الوالد من المطار أسرع فواز إليه وعانكه. നമുക്ക് അർത്ഥം നോക്കാം. ഇസ്തൈഖല ഫവാസ് മിൻ ഫിസ്സൊബാഹി മുബക്കിറൻ, നേരത്തെ മോർണിംഗിൽ ഫവാസ് എഴുന്നേറ്റു. ഇസ്തൈഖല എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റു. സൊബാഹ് എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിലെ, മുബക്കിറൻ നേരത്തെ. ഇസ്തഹമ്മ, എന്നിട്ട് അവൻ കുളിച്ചു. വലബിസൽ മലാബിസൽ ജദീദ, പുതിയ ഡ്രസ്സുകളൊക്കെ അവന് ധരിച്ചു. ലബിസ പറഞ്ഞാൽ ധരിക്കുക, മലാബിസ് പറഞ്ഞ വസ്ത്രങ്ങൾ, ജദീദ പുതിയത്. ഖറജ മഅ ഉസ്റതിഹി ഇലൽ മത്വാർ, എയർപോർട്ടിലേക്ക് തൻ്റെ ഫാമിലിയുടെ കൂടെ അവന് പുറപ്പെട്ടു. ഖറജ പുറപ്പെടുക, ഉസ്റത്ത് ഫാമിലി, മത്വാർ എയർപോർട്ട്. ലി ഇസ്തിഖ്ബാലി വാലിദിഹി അൽ ഖാദിം മിൻ ഖത്തർ, ഖത്തറിൽ നിന്ന് വരുന്ന തൻ്റെ ഉപ്പയെ സ്വീകരിക്കാൻ വേണ്ടി. ഇസ്തിഖ്ബാലി എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക, ഖാദിം വരുന്നവൻ, വാലിദ് എന്ന് പറഞ്ഞാൽ ഉപ്പ. ഇൻതളറ ഫവാസ് മഅ ഉസ്റതിഹി ഫിസ്വാലത്തി, വിശ്രമ റൂമിൽ തൻ്റെ ഫാമിലിയോട് കൂടി ഫവാസ് വെയിറ്റ് ചെയ്തു. ഇൻതളറ എന്ന് പറഞ്ഞാൽ കാത്തിരുന്നു, ഉസ്റത്ത് ഫാമിലി, സ്വാലത്ത് എന്ന് പറഞ്ഞാൽ വിശ്രമ റൂം. വറഅ ഹുബൂത്ത ത്വാഇറത്തിൽ മദ്റജ മുബാശറത്തൻ, നേരിട്ട് റൺവേയിലെ പ്ലെയിന് പാർക്ക് ലാൻഡ് ചെയ്യുന്നത് അവൻ കാണുകയും ചെയ്തു. റഅ എന്ന് പറഞ്ഞാൽ കണ്ടു, ഹുബൂത്വ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാൻഡിങ്, മദ്റജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൺവേ, മുബാശറ എന്ന് പറഞ്ഞാൽ നേരിട്ട്. ബഅദ തഹ്ലീസിൽ ജുംറുക്കിയെ, കസ്റ്റം ക്ലിയറൻസിന് ശേഷം, എല്ലാ പരിശോധനകൾക്കും ശേഷം. ഖറജൽ വാലിദു മിനൽ മത്വാർ, എയർപോർട്ടിൽ നിന്ന് ഉപ്പ പുറത്തേക്ക് വന്നു. ഉപ്പയെ കണ്ടപ്പോൾ എന്തുണ്ടായത്? അസ്ര ഫവാസ്, ഫവാസ് ഇലൈഹി വആനകഹു, ഉപ്പയുടെ അടുത്തേക്ക് ധൃതിയിൽ പോയി. വആനകഹു, അവനെ ആലിംഗനം ചെയ്തു. അസ്ര ഇല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധൃതിയിൽ കാണിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മതാ ഖറജൽ വാലിദു മിനൽ മത്വാർ, മത്വാറിൽ നിന്ന്, എയർപോർട്ടിൽ നിന്ന് വാലിദ് പുറപ്പെട്ടത് എപ്പോഴാണ്? പുറത്തേക്ക് വന്നത് എപ്പോഴാണ്? ബഅദ തഖ്ലീസിൽ ജുംറുക്കി, കസ്റ്റം ക്ലിയറൻസിന് ശേഷം. അടുത്ത ക്വസ്റ്റ്യൻ, മഅമൻ, ആരോടൊപ്പമാണ് ഖറജ ഫവാസ് ഇലൽ മത്വാർ, എയർപോർട്ടിലേക്ക്
ഫവാസ് പുറപ്പെട്ടത് മഅമൻ ആരുടെ കൂടെയാണ് ഖറജ ഫവാസ് ഇലൽ മത്വാരി മഅ ഉസ്രതിഹി തൻ്റെ ഫാമിലിയോടൊപ്പമാണ് പുറപ്പെട്ടത്. ലിമാദാ ദഹബ ഫവാസ് ഇലൽ മത്വാർ എയർപോർട്ടിലേക്ക് ഫവാസ് പോയത് എന്തിനു വേണ്ടിയാണ് പോയത്? ദഹബ ഫവാസ് ഇലൽ മത്വാരി ലി ഇസ്തിഖ്ബാലി വാലിദിഹി അൽ ഖാദിം മിൻ ഖത്തറിൽ നിന്ന് വരുന്ന തൻ്റെ ഫാദറിനെ സ്വീകരിക്കാൻ വേണ്ടി. പേജ് നമ്പർ 28. ബാക്കി വായിച്ചു നോക്കാം. വഫിത്തൊരീക്കി വജദത്തിൽ ഉസ്രത്തോ ഇംറഅത്തൻ മുസിന്നത്തൻ വഹിയ തജ്ലിസു ബിജാനിബി ത്വരീക്കി ഇലസ്സൂക്കി കാനത്ത് തൻളുറു യമീനൻ വശിമാലൻ വകാനൽ ജവു ജാറൻ ജിദ്ദൻ ഫനസലത്തിൽ ഉസ്രത്തോ മിനസ്സയ്യാറത്തി. അർത്ഥം നോക്കാം. വഫിത്തൊരീക്കി വഴിയിൽ വെച്ച് വജദത്തിൽ ഉസ്രത്തോ ഇംറഅത്തൻ മുസിന്നത്തൻ നല്ല പ്രായമുള്ള ഒരു സ്ത്രീയെ ആ ഫാമിലി കണ്ടെത്തി. വഹിയ തജ്ലിസു ബിജാനിബി ത്വരീക്കി ഇലസ്സൂക്കി മാർക്കറ്റിലേക്കുള്ള വഴിയുടെ ഭാഗത്തായിട്ടാണ് അവൾ ഇരിക്കുന്നത്. തജ്ലിസു അവൾ ഇരിക്കുന്നു, ജാനിബ് ഒരു ഭാഗം, ത്വരീക്ക് പറഞ്ഞ വഴിയുടെ, സൂക്ക് മാർക്കറ്റ്. കാനത്ത് തൻളുറു യമീനൻ വശിമാലൻ വലത്തോട്ടും ഇടത്തോട്ടും അവൾ ഇങ്ങനെ തൻളുറു നോക്കുകയാണ്. യമീൻ റൈറ്റ്, ഷിമാല് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ്, വലത്തോട്ടും ഇടത്തോട്ടും നോക്കുകയാണ്. വകാനൽ ജവ്വു ഹെറൻ ജിദ്ദൻ വളരെയധികം ചൂടുള്ള ജവാണ് ഇപ്പോൾ അന്തരീക്ഷമായിത്തീരുന്നു. ആ സമയത്ത് അന്തരീക്ഷം നല്ല ചൂടാണ്. ഫനസലത്തിൽ ഉസ്രത്തു മിനസ്സയ്യാറത്തി കാറിൽ നിന്ന് ആ ഫാമിലി അപ്പോൾ അത് കണ്ടപ്പോൾ ഇറങ്ങി. സഅലൽ വാലിദു ഉപ്പ ചോദിച്ചു, യാ ജദ്ദത്തി എൻ്റെ വല്ലിമ്മ, മൻ തൻതളിരീന നിങ്ങൾ ആരെയാണ് കാത്തിരിക്കുന്നത്? അജാബത്ത് മുബ്തസിമത്തൻ ഫി സൗത്തിൻ മുൻഖഫിലിൻ വളരെ പതിഞ്ഞ സൗണ്ടില് പുഞ്ചിരിച്ചുകൊണ്ട് അവള് ഉത്തരം നൽകി. അജാബത്ത് എന്ന് പറഞ്ഞാൽ റിപ്ലൈ നൽകുക, മുബ്തസിമ പറഞ്ഞാൽ പുഞ്ചിരിച്ചു സൗണ്ട്, മുൻഖഫിലിൻ എന്ന് പറഞ്ഞാൽ വളരെ പതിഞ്ഞ ലോലം ചെറിയ സൗണ്ടിൽ. അൻതളിറു ഇബിനി ഞാൻ എൻ്റെ മകനെ അൻതളിറു കാത്തിരിക്കുകയാണ്. സയഅതി ബഅദ ഖലീലിൻ അല്പസമയത്തിന് ശേഷം അവൻ വരും. ഇൻതളറത്തിൽ ഉസ്രത്തു ഇൻദഹ ആ ഉമ്മയുടെ ആ വല്യമ്മയുടെ അടുക്കൽ ഇങ്ങനെ ആ ഫാമിലി കാത്തിരുന്നു, മകനെ കാത്തിരിക്കുകയാണ്. വലം യഅതി അഹദുൻ ഒരാളും തന്നെ വന്നില്ല. വഹിയ തഖൂലു അവൾ പറയുന്നുണ്ട്, ഇബ്നി സയഅതി അൽ ആൻ എൻ്റെ മകന് ഇപ്പോൾ വരും. ഫസഅലൽ വാലിദു അപ്പോൾ ഉപ്പ ചോദിച്ചു, യാ ജദ്ദത്തി എൻ്റെ വല്യമ്മ, ഐന ബൈത്തുക്കി നിങ്ങളുടെ വീട് എവിടെയാണ്? ഐന്ദ ഇതിൻ മദ്ദത്തിൽ ജദ്ദത്തു വറക്കത്തൻ ഒരു പേപ്പർ ജദ്ദത്ത് നീട്ടി. മദ്ദ എന്ന് പറഞ്ഞാൽ നീട്ടുക, വറക്കത്ത് എന്ന് പറഞ്ഞാൽ പേപ്പർ. ഫിഹ ആ പേപ്പറിലുണ്ട്, മൻ യജിദ് ആദിഹിൽ മർഅത്ത ഈ സ്ത്രീയെ ആരാണോ കണ്ടെത്തുന്നത്. ഫർറജാഉ അഖ്ദുഹ ഇലാ ദാരിൽ മുസിന്നീൻ ദാറുൽ മുസിന്നീൻ എന്ന് പറഞ്ഞാൽ വൃദ്ധസദനത്തിലേക്ക് അവളെ എടുത്തു കൊണ്ടുപോകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. റജ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ, ആഗ്രഹം. അഹദ എന്ന് പറഞ്ഞാൽ എടുക്കുക, സ്വീകരിക്കുക. തഅജ്ജബൽ ജമീഉ എല്ലാവരും അത്ഭുതപ്പെട്ടു. വഖാലു അവർ പറയുകയും ചെയ്തു, യാ ഉമ്മ അമാ അലിംതി നിങ്ങൾക്കറിയില്ലേ, ഇന്ന ഇബ്നക്കി കത് ഹറജക്കി നിങ്ങളെ ഹറജ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കി, ഉപേക്ഷിച്ചത് നിങ്ങൾക്കറിയില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇബ്ന് മകൻ. വലമ്മ അലിമത്തിൽ മർഅത്തു ആദിഹിൽ ഖസ്വത വലമ്മ അലിമത്തിൽ മർഅത്തു ആ സ്ത്രീ അറിഞ്ഞപ്പോൾ ആദിഹിൽ ഖസ്വത ഈ ക്രൂരത, ഈ കാഠിന്യം. ബഖത്ത് അവൾ കരഞ്ഞു. വനാദത്ത് അവൾ വിളിച്ചു പറയുകയും ചെയ്തു, യാ ബുനയ്യ എൻ്റെ പൊന്നുമകനെ, യാ കിത്അതകിബ്ദി എൻ്റെ കരളിൻ്റെ കഷ്ണമേ, അസ്ലഹ അല്ലാഹു ബാലക നിൻ്റെ അവസ്ഥ അല്ലാഹു നന്നാക്കട്ടെ.
അസ്ലഹ ശരിപ്പെടുത്തട്ടെ. ബാലക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ അവസ്ഥ. കൈഫ കദർത്ത എങ്ങനെയാണ് നിനക്ക് കഴിഞ്ഞത്, അൻതഫ് അലബി ഹക്കഥ ഇപ്രകാരം എന്നോട് പ്രവർത്തിക്കാൻ നിനക്ക് എങ്ങനെ സാധിച്ചു എന്ന് വിഷമത്തോടെ പറയുകയാണ്. ഇതോട് കൂടിയിട്ട് ഈ ഹിക്കായ തീരുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മെസ്സേജ് എന്താണ്? നമ്മൾ ഒരിക്കലും തന്നെ മാതാപിതാക്കളെ അവഗണിക്കാനോ ഒഴിവാക്കാനോ പാടില്ല. അവരോട് നല്ല മഹബത്തിലും ഉൽഫത്തിലും ഒക്കെ പെരുമാറണം. ഇതുപോലെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. മാതാപിതാക്കളെ അവഗണിക്കാനോ പരിഹസിക്കാനോ അവരെ ഒഴിവാക്കാനോ ഒന്നും തന്നെ പാടില്ല എന്നതാണ് ഇതിൽ നിന്നുള്ള മെസ്സേജ്. നമ്മൾ ഉൽഫത്ത് പരസ്പരം ഇണക്കത്തോടെയും സ്നേഹത്തോടെയും എല്ലാവരോടും പെരുമാറണം. അല്ലെങ്കിൽ നമ്മളെ റബ്ബ് പല വിധത്തിൽ പരീക്ഷിക്കും. നിങ്ങളെല്ലാവരും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായി നല്ലവരായി ജീവിക്കുക. ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. വബാക്കി അസ്സഫുൽ ഖാദിം മഅസ്സലാമ. ശുക്രൻ ലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.